നമസ്കാരം, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നാം കണ്ടത് എന്താണ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടെന്നും എന്താണ് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടെന്നുമാണ്. എങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ടോപ്പ് ഫണ്ടുകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ആ വീഡിയോകളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാല്യൂ ഓർ കോൺട്രാ ഫണ്ടിനെ പറ്റിയാണ്. മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഞ്ചൽ ഫണ്ടിൻ്റെയും അസറ്റ് പ്ലസിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ 2 ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് എടുത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ലഭിക്കുന്നതാണ്. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 24 തരം മ്യൂച്വൽ ഫണ്ടുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ അല്ലേ. അതിന് സബ് കാറ്റഗറീസും ഉണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇതെല്ലാം ഒന്നും എല്ലാവരും പഠിക്കേണ്ട ആവശ്യവുമില്ല. ഇതിൽ വളരെ കുറച്ച് ഫണ്ടുകളെ ശരിക്കും നമുക്ക് ആവശ്യമുള്ളൂ. എന്തായാലും വാല്യൂ ഓർ കോൺട്രാ ഫണ്ട് എന്താണെന്ന് നോക്കാം. ദിസ് ഫണ്ട് പിക്സ് സ്റ്റോക്സ് ദാറ്റ് ആർ പൊസിഷൻഡ് ഫോർ എ ടേൺ അറൗണ്ട് ഓർ എക്സ്പെക്റ്റിംഗ് എ റിക്കവറി ഇൻ ഏണിങ്സ് ആൻഡ് ആർ ഗുഡ് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ഹൈ മാർക്കറ്റ് വാല്യുവേഷൻസ്. മാർക്കറ്റ് വാല്യുവേഷൻസ് വളരെയധികം കൂടി നിൽക്കുന്നു, കുറഞ്ഞു നിൽക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? വാല്യുവേഷൻസ് വളരെയധികം കൂടി നിൽക്കുമ്പോൾ നമുക്ക് ന്യൂസുകളിൽ കൂടിയൊക്കെ അത് അറിയാനായിട്ട് പറ്റും. നിഫ്റ്റിയുടെയൊക്കെ പി നോക്കിക്കഴിഞ്ഞും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ മാർക്കറ്റ് വാല്യുവേഷൻസ് വളരെയധികം കൂടി നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സ്റ്റോക്കിന് പേ ചെയ്യേണ്ടതിനെ കഴിഞ്ഞ് കൂടുതൽ എമൗണ്ട് പേ ചെയ്തിട്ടായിരിക്കും ആ സ്റ്റോക്കുകൾ വാങ്ങുക. അതിന് പറയുന്ന പേര് ഹൈ വാല്യുവേഷൻ സ്റ്റോക്സ് എന്നാണ്. ആ സമയങ്ങളിൽ ഹൈ വാല്യുവേഷൻ സ്റ്റോക്സ് വാങ്ങുന്ന വളരെയധികം ഡേഞ്ചറാണ്. കാരണം മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ വന്നാൽ ഈ സ്റ്റോക്കുകളായിരിക്കും വളരെയധികം താഴേക്ക് പോവുക. കാരണം അത് വളരെ വില കൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ് വാല്യൂ ഓർ കോൺട്രാ ഫണ്ട്. ഈ ഫണ്ടുകളുടെ പ്രത്യേകത, ആ സമയത്ത് വാല്യുവേഷൻസ് കുറഞ്ഞ നല്ല കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ വാല്യുവേഷൻ കുറയാനായിട്ട് ഒരുപാട് കാരണങ്ങൾ കാണും അല്ലേ. പ്രധാനമായിട്ടും അതിൻ്റെ ഏണിങ്സിലുണ്ടാകുന്ന കുറവായിരിക്കും, പ്രോഫിറ്റിലുണ്ടാകുന്ന കുറവായിരിക്കും. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് കുറയുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. സോ പ്രൈസ് കുറഞ്ഞു വരും. ഇങ്ങനെ നന്നായിട്ട് പ്രൈസ് കുറഞ്ഞിട്ടുള്ള നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഫ്യൂച്ചറിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എല്ലാ കമ്പനികളും എല്ലാ കാലത്തും ഈ താഴ്ന്നതന്നെ നിൽക്കുമോ? ഇല്ല. പ്രോഫിറ്റും അങ്ങനെ തന്നെയാണ്. ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. പിന്നീട് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഉയരുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് വളരെയധികം കയറിപ്പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് വാല്യൂ ഓർ കോൺട്രാ ഫണ്ട്സ്. നോർമലി താഴ്ന്ന പ്രൈസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് വൊളറ്റിലിറ്റിയും കുറവായിരിക്കും. നമുക്കറിയാം, വളരെയധികം കൂടിയ പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് താഴേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണല്ലേ. എന്നാൽ ഓൾറെഡി താഴ്ന്ന പ്രൈസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് താഴേക്ക് പോകാൻ സാധ്യതയില്ലെന്നല്ല, പോയേക്കാം, പക്ഷേ അതിന് സ്പീഡ് കുറവായിരിക്കും. നോർമലി മാർക്കറ്റ് താഴേക്ക് പോവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഡൗൺ ട്രെൻഡാണ്. ആ സമയത്ത് വാല്യുവേഷൻസ് കൂടിയ കമ്പനികൾ ഫാസ്റ്റായിട്ട് താഴേക്കും, വാല്യുവേഷൻസ് കുറഞ്ഞ കമ്പനികൾ മെല്ലെ താഴേക്ക് പോകും. ചിലപ്പോൾ അത് താഴേക്ക് പോയില്ല എന്നും വരാം. ഇതാണ് വാല്യൂ ഓർ കോൺട്രാ ഫണ്ടിൻ്റെ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ. ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ചോദിച്ചാൽ 5 വർഷം വരെ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ക്യാഷ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് എനിക്ക് 5 വർഷം വരെ ആവശ്യമില്ല. 5 വർഷം കഴിഞ്ഞു കേട്ടോ. 5 വർഷത്തിന് താഴെ ആവശ്യമുള്ള ക്യാഷ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യാറില്ല. ഇത് ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ 5+ ഇയേഴ്സ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് 5 വർഷമായിട്ട് ഇത് പിൻവലിക്കാവുള്ളൂ എന്നില്ല കേട്ടോ. നമുക്ക് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം, അതിന് വിഷയമൊന്നുമില്ല. പക്ഷേ നമുക്ക് നല്ലൊരു റിട്ടേൺ സാധ്യത പറയുന്നത് 5+ ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺ സാധ്യത ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 5 വർഷം കഴിഞ്ഞേ പിൻവലിക്കാൻ പറ്റൂ, 5 വർഷം ലോക്ക് ഇൻ പീരീഡാണ്, അങ്ങനെയൊന്നുമല്ല. 4 പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് കാനറ റോബേക്കോയുടെ വാല്യൂ ഫണ്ട്. 5 ഇയർ റിട്ടേൺ കാണുന്നില്ല, കാരണം ഈ ഫണ്ട് വന്നിട്ട് അത്ര ആയില്ല. നമുക്ക് 3 ഇയർ റിട്ടേൺ നോക്കാം. എന്തായാലും മറ്റ് ഫണ്ടുകൾ കൂടി നോക്കിയിട്ട് നോക്കാം. കാനറ റോബേക്കോയുടെ വാല്യൂ ഫണ്ടിൽ മിനിമം ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 5000 രൂപയാണ്. മിനിമം SIP 1000 രൂപയാണ്. രണ്ടാമത്തെ ഫണ്ട് ICICI പ്രുഡൻഷ്യൽ വാല്യൂ ഫണ്ട്. മിനിമം ലംസം 1000 രൂപയും SIP 100 രൂപയുമാണ്. 5 വർഷത്തെ റിട്ടേൺ 28.4% പെർ ഇയർ. നിപ്പോൺ ഇന്ത്യയുടെ വാല്യൂ ഫണ്ട് മിനിമം ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 500 രൂപയും SIP 100 രൂപയുമാണ്. 5 ഇയർ റിട്ടേൺ 28.5% പെർ ഇയർ. ഇവിടെ ഫണ്ട് സൈസ് കാണാം കേട്ടോ. ഇത് ഞാൻ വായിച്ച് വിടാത്തത്, നിങ്ങളിതൊന്ന് നോക്കിക്കോ. കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും, അതും കൂടെയും വായിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അത് വായിച്ച് വിടാത്തത്. ആപ്ലിക്കേഷനിൽ കയറിയാൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്.
അസറ്റ് പ്ലസിൽ ടോപ്പ് ഫണ്ട്സ് നോക്കിയാൽ മതി, ഈ ഡേറ്റയൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ഏഞ്ചൽ ഫണ്ടിൽ ഈ ഫണ്ടിൻ്റെ പേരടിച്ചു കൊടുത്താൽ മതി, എൻ്റെ ഡേറ്റ അവൈലബിൾ ആയിരിക്കും. എസ് ബി ഐയുടെ കോൺട്രാ ഫണ്ട്, ഈ ഫണ്ടാണ് 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ളത്. നമുക്ക് കാണാൻ പറ്റും 33.3% ഈ ഒരു ഫണ്ട് നൽകിയിട്ടുള്ള റിട്ടേൺ. നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ എസ് ബി ഐയുടെ കോൺട്രാ ഫണ്ട് ഉണ്ട്. അതുപോലെ അതിൻ്റെ ഫണ്ട് സൈസും വളരെ വലുതാണ്. 45,495 കോടിയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. മിനിമം SIP എമൗണ്ട് 500 മിനിമം ലംസം എമൗണ്ട് 5000 അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വേണമെങ്കിൽ ഈ എസ് ബി ഐയുടെ കോൺട്രാ ഫണ്ടിൽ പോയിട്ട് അതിൽ സ്റ്റോക്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും HDFC ബാങ്കാണ് ഏറ്റവും കൂടുതൽ, റിലയൻസ് ഇൻഡസ്ട്രീസ് അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ജയൻറ്റ് കമ്പനികളാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ. രണ്ടാമത്തെ കമ്പനി ITC, അതും ഒരു രക്ഷയില്ല. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, പിന്നെ ഗെയിൽ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റാ സ്റ്റീൽ, ടൊറൻറ്റ് പവർ, ഡാബർ ഇന്ത്യ, ഇൻഡസ് ടവർ, ICICI ബാങ്ക്, ബയോകോൺ, ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ്, HCL ടെക്നോളജീസ്, ONGC, സിപ്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല കമ്പനികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് 3 വർഷത്തെ റിട്ടേൺ ഒന്ന് നോക്കാം. കാനറ റൊബേക്കോ വാല്യൂ ഫണ്ട് 24.5% റിട്ടേൺ നൽകിയിരിക്കുന്നു പെർ ഇയർ. ICICI പ്രുഡൻഷ്യൽ വാല്യൂ ഫണ്ട് 26.6% റിട്ടേണും, നിപ്പോൺ ഇന്ത്യ വാല്യൂ ഫണ്ട് 28.3% റിട്ടേണും, SBI കോൺട്രാ ഫണ്ട് 26.4% റിട്ടേൺ നൽകിയിരിക്കുന്നു. ഇവിടെ നോക്കുക, 5 വർഷത്തിൽ SBI കോൺട്രാ ഫണ്ട് വളരെ ഔട്ട് പെർഫോമിംഗ് ആയിട്ടുള്ള റിട്ടേണാണ് നൽകിയിരിക്കുന്നത്. 3 വർഷത്തിൽ ഇതിനെ കഴിഞ്ഞ് റിട്ടേൺ നൽകിയിട്ടുള്ള ഫണ്ടുകളുണ്ട്. അത് ഒരു ഫണ്ട് കാണുന്നുള്ളൂ, നിപ്പോൺ ഇന്ത്യ വാല്യൂ ഫണ്ട്. നിപ്പോൺ ഇന്ത്യ മോശമില്ലാത്ത അസറ്റ് കമ്പനിയാണ് കേട്ടോ, AMC ആണ്. SBI നമുക്കറിയാവുന്നതാണല്ലോ, SBI ഗ്രൂപ്പ്. ഇനി നമുക്ക് 7 വർഷത്തെ റിട്ടേൺ നോക്കാം. കാനറ റൊബേക്കോയ്ക്ക് ഇല്ല, കാരണം പുതിയ ഫണ്ടാണ്. ICICI പ്രുഡൻഷ്യൽ 18.2% റിട്ടേൺ നൽകിയിരിക്കുന്നു. നിപ്പോൺ ഇന്ത്യ 17.6% റിട്ടേൺ നൽകിയിരിക്കുന്നു. SBI കോൺട്രാ ഫണ്ട് 19% റിട്ടേൺ നൽകിയിരിക്കുന്നു. ഇവിടെയും ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് SBI കോൺട്രാ ഫണ്ടാണ്. എന്ന് വെച്ച് മറ്റ് ഫണ്ടുകൾ മോശമാണ് എന്ന അർത്ഥമില്ല, കാരണം ഇനി വരുന്ന വർഷങ്ങളിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ചില ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ചെറിയ വ്യത്യാസങ്ങൾ വരാം. അത് സ്വാഭാവികമാണ്, കാരണം ഫണ്ട് മാനേജേഴ്സ് അവരുടെ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് അധ്വാനിക്കും. അതിപ്പോൾ എല്ലാവരും അധ്വാനിക്കും, അപ്പോൾ പെർഫോമൻസിൽ ചെറിയ വ്യത്യാസങ്ങൾ മറിഞ്ഞു വരാം. ഇനി അടുത്ത ദിവസം നമുക്ക് പഠിക്കാനുള്ള മിഡ് ക്യാപ്പ് ഫണ്ടാണ്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഇതിൽ ഏറ്റവും ഇഷ്ടം സ്മോൾ ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മിഡ് ക്യാപ്പാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഭീകര റിട്ടേണാണ്. ഈ റിട്ടേണൊന്നുമല്ല, ഭീകര റിട്ടേണാണ് ഈ ഫണ്ടുകൾ തരുന്നത്. അപ്പോൾ ചില ക്രൈറ്റീരിയ കാര്യങ്ങളനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്, വിഷയമൊന്നുമില്ല. നമ്മുടെ ഫുൾ ക്യാഷും എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ 3 ഫണ്ടുകളും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആവശ്യമുള്ള ഫണ്ടാണ്. കാരണം ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, വാല്യൂ ഓർ കോൺട്രാ ഫണ്ട്, ഇത് സാധാരണ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഫണ്ട്സാണ്. മിഡ് ക്യാപ്പ് തന്നെയും സ്മോൾ ക്യാപ്പ് തന്നെയും അധികം അങ്ങനെ കൊടുക്കാറില്ല, കാരണം അതിന് കുറച്ചും കൂടി റിസ്ക് കൂടും. ശക്തമായ ഒരു പോർട്ട്ഫോളിയോ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഏഞ്ചൽ വൺ, അസറ്റ് പ്ലസ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തവർ നിർബന്ധമായിട്ടും വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ബെറ്റർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.